വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. കൊല്ലപ്പെട്ട വിജയന്റേതെന്ന് സംശയിക്കുന്ന തലയൊട്ടിയും അസ്ഥിയുമാണ് കണ്ടെത്തിയത്. അതേസമയം വീട്ടിലെ തൊഴുത്തിൽ കുഴിച്ചിട്ട നവജാത ശിശുവിന്റെ മൃതദേഹത്തിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നാളെയും തെരച്ചിൽ തുടരും. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷുമായി രാവിലെ 9-നാണ് തെളിവെടുപ്പിനായി കാക്കാട്ടുകടയിൽ പോലീസ് എത്തിയത്. വിജയനെ കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. തുടർന്ന് പ്രതി കാട്ടിക്കൊടുത്ത ഭാഗം കുഴിച്ചു പരിശോധിച്ചു. അധികം ആഴത്തിലല്ലാതെ എടുത്ത കുഴിയിൽ ബേസ് ബോർഡ് പെട്ടിയിലാക്കി ഇരുത്തി 3ആയി മടക്കിയ നിലയിലായിരുന്നു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശാസ്ത്രീയ പരിശോധനകൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 4 അടി താഴ്ചയിൽ 3ആയിട്ട് മടങ്ങി ആണ് അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 3ആയിട്ട് മടങ്ങി ഒരു ചെറിയ കുഴിയിൽ ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് പാൻറ് ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ടത്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലല്ല, മുടി മാത്രമേ ഉള്ളൂ, ബാക്കി അസ്ഥിയാണ്. ദേഹം മുഴുവനും അസ്ഥി മാത്രമേ ഉള്ളൂ ഈ തുണിക്കകത്ത്. പിന്നീട് പ്രതികൾ മുൻപ് താമസിച്ചിരുന്ന കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നതിനായി പരിശോധനകൾ ആരംഭിച്ചു. മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതി പറയുന്ന പശുത്തൊഴുത്തിൽ പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നാളെ പരിശോധന തുടരും. ഇന്നത്തെ സെർച്ചിൽ കാര്യമായിട്ടുള്ള റിസൾട്ട് വന്നിട്ടില്ല. നമ്മൾ വിൽ കണ്ടിന്യൂ ദ സെർച്ച് ടുമോറോ ഓൾസോ. നാളെയും കണ്ടിന്യൂ ചെയ്യും. കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ നിന്നും മാറ്റിയോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. നിതീഷിനെയും മറ്റു പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും. മാർച്ച് 2-ന് മോഷണ ശ്രമത്തിനിടെ നിതീഷും വിഷ്ണു വിജയനും അറസ്റ്റിലായതോടെയാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിക്കുന്നത്. ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ പൂട്ടിയിട്ട നിലയിൽ വിഷ്ണുവിന്റെ അമ്മയെയും സഹോദരിയും കണ്ടെത്തുകയായിരുന്നു. വിജയനെ സംബന്ധിച്ച് ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതും വീടിന്റെ തറയിൽ പുതുതായി കോൺക്രീറ്റ് ചെയ്തതും സംശയം ബലപ്പെടുത്തി. 2016-ലാണ് വിഷ്ണുവിന്റെ സഹോദരിയുടെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നിതീഷും വിജയനും ചേർന്ന് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വിജയനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. വിജയന്റെ ഭാര്യ സുമയുടെ സഹായത്തോടെയായിരുന്നു കുറ്റകൃത്യം നടത്തിയത്. ഇവർ താമസിച്ചിരുന്ന വീടിനുള്ളിൽ ആഭിചാരക്രിയകൾ തുടർച്ചയായി നടന്നതിന്റെ സൂചനകളുമുണ്ട്. മോഷണ കേസിൽ കട്ടപ്പന പോലീസ് വിശദമായ അന്വേഷണം നടത്തവെയാണ് നാടിനെ നടത്തിയ ഇരട്ടക്കൊലപാതകം പുറലോകമറിയുന്നത്. വീടിനുള്ളിലെ ആഭിചാരക്രിയകളും പൂജകളും ദുരൂഹതയായി പോലീസിന്റെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.